Hi students, good morning. Today I discussing about chapter 5 laws of motion. Last part of this chapter. Okay? ഈ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ അവസാന ഭാഗത്തെക്കുറിച്ചാണ് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ടെൻഷൻ? ഫോഴ്സ് ത്രൂ എ വയർ ഈസ് കോൾഡ് ടെൻഷൻ. ഒരു വയറിൽ കൂടി ഉണ്ടാകുന്ന ഫോഴ്സാണ് ടെൻഷൻ. ഒരു ഉദാഹരണമാണ് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു കല്ല് കെട്ടിയിട്ട് കല്ല് കെട്ടിയിട്ട് ചരടോട് അല്ലെങ്കിൽ ഒരു കയറോട് കെട്ടിയിട്ട് കല്ലിങ്ങനെ വലിക്കുന്നു. അപ്പോൾ ആ വയറുമ്മേൽ അല്ലെങ്കിൽ ആ ത്രെഡുമ്മേൽ കയറുമ്മേൽ പ്രയോഗിക്കുന്ന ഫോഴ്സാണ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ഫാന് തൂക്കിയിടുമ്പോൾ ആ ഊക്കുമ്മേൽ പ്രയോഗിക്കുന്ന ഫോഴ്സാണ് ടെൻഷൻ. ഫോഴ്സ് എക്സേർട്ട് ത്രൂ എ വയർ ഈസ് കോൾഡ് ടെൻഷൻ. അല്ലേ? ടെൻഷൻ കാണാൻ ഇക്വേഷൻ ഏതാന്ന് പറഞ്ഞാൽ T ഈസ് ഈക്വൽ ടു mg ആണ്. ഇതാണ് ടെൻഷൻ. T ഈസ് ദി ടെൻഷൻ, m ഈസ് ദി മാസ്, g ഈസ് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ലിഫ്റ്റ് നമുക്ക് ലിഫ്റ്റ് കയറും അല്ലേ? ലിഫ്റ്റിലൊരു ഹോസ്പിറ്റലും മറ്റുള്ള വലിയ ബിൽഡിങ്ങിലെല്ലാം പോയാൽ ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്ക്, രണ്ടാം നിന്ന് മൂന്നാം നിലയിലേക്കുള്ള ലിഫ്റ്റ് മുഖേനയാണ് പോകുന്നത്. എന്താ സംഭവം? ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്യാബിനാണ്. ആ ക്യാബിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്നതാണ്. ആ ക്യാബിനെ എന്ത് ചെയ്യുന്നത്? ഒരു മെറ്റാലിക് വയർ കൊണ്ട് വലിച്ച് കൊണ്ടുപോകുന്നതാണ്. ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുക. അപ്പോൾ ആ മെറ്റാലിക് വയറിന്മേൽ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് പ്രയോഗിക്കും. ആ ഫോഴ്സാണ് ടെൻഷൻ. ആ ടെൻഷൻ മുഖേന ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കേണ്ടത് അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് പേഴ്സൺ ഇൻ എൻ എലിവേറ്റർ ഓർ എലിവേറ്റർ, ലിഫ്റ്റ് ഓർ എലിവേറ്റർ. അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് പേഴ്സൺ ഇൻ എൻ എലിവേറ്റർ ഓർ ലിഫ്റ്റ്. ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ലിഫ്റ്റിൽ നിന്നാൽ അതിൻ്റെ അപ്പാരൻറ്റ് വെയിറ്റ് കാണണം. ഇനി ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ പറയാം. when the elevator is at rest. ഇതാണ്. അപ്പോൾ എലിവേറ്റർ റെസ്റ്റിലായിരിക്കുമ്പോഴുള്ള അവസ്ഥ. അപ്പോൾ എലിവേറ്റർ എന്നാൽ ലിഫ്റ്റാണ്. നമ്മൾ ഒന്നാമത്തെ റൂമിൽ നിന്ന് രണ്ടാമത്തെ റൂമിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് രണ്ടാമത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ലിഫ്റ്റ് കയറും. സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ ലിഫ്റ്റ് ഉയർന്നു പോകും അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വെന്നാൽ എലിവേറ്റർ ഈസ് അറ്റ് റെസ്റ്റ്. അതിൽ എലിവേറ്റർ റെസ്റ്റിലാണെങ്കിൽ, അവിടെ നിൽക്കുകയാണെങ്കിൽ, അപ്പോൾ ടെൻഷൻ എന്താണ്? T ഈസ് ഈക്വൽ ടു mg ആണ് ടെൻഷൻ. അപ്പോൾ ടെൻഷൻ T ഈസ് ഈക്വൽ ടു mg ആണ്. എന്താ ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ലിഫ്റ്റിനെ ഉയർത്താൻ വേണ്ടിയിട്ട് മെറ്റാലിക് വയറിന്മേൽ ഫോഴ്സ് പ്രയോഗിക്കും. ആ ഫോഴ്സാണ് ടെൻഷൻ. ആ ഫോഴ്സ് എക്സേർട്ട് ത്രൂ എ വയർ ഈസ് കോൾഡ് ടെൻഷൻ. അപ്പോൾ എലിവേറ്റർ അഥവാ ലിഫ്റ്റ് റെസ്റ്റിൽ നിൽക്കുമ്പോൾ ടെൻഷൻ എന്താണ്? T ഈസ് ഈക്വൽ ടു mg ആണ്. T ഈസ് ദി ടെൻഷൻ, m ഈസ് ദി മാസ്, g ഈസ് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ സെക്ഷൻ പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്. when the elevator is moving upward direction അല്ലേ? അപ്വേർഡ് ഡയറക്ഷൻ അല്ലേ? മുകളിലേക്ക് ലിഫ്റ്റ് ഉയർത്തുക. ഓർമ്മിക്കുക, ലിഫ്റ്റ് ഇങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിൽ ഈ മെറ്റാലിക് വയർ ഉപയോഗിച്ചിട്ട് ഈ ലിഫ്റ്റിനെ ഇങ്ങനെ ഉയർത്തുക, ഇങ്ങനെ വലിക്കുക. ഇതാണ് മെറ്റാലിക് വയർ. ഇത് ക്യാബിനാണ്, നമ്മൾ ലിഫ്റ്റാണ്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ലിഫ്റ്റ്
ലിഫ്റ്റ് ഈ ക്യാബിന് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, മെറ്റാലിക് വയർ മുഖേന ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് കാണാം. അതാണ് ഫോഴ്സ് എക്സർട്ട് ത്രൂ എ വയർ എന്ന് പറയുന്നത്. ഫോഴ്സ് എക്സർട്ട് ത്രൂ എ വയർ ഈസ് കോൾഡ് ടെൻഷൻ. അപ്പോൾ ഈ എന്താ ലിഫ്റ്റ് ഇങ്ങനെ ഉയർത്തുമ്പോൾ, ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ടെൻഷൻ എന്താ പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു mg പ്ലസ് എം എ ആണ്. mg പ്ലസ് എം എ. mg എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് ബോഡി എന്ത് ചെയ്യുന്ന എർത്തിൻ്റെ സെൻറ്ററിലേക്ക് പ്രയോഗിക്കും വെയിറ്റ്. അതുപോലെ ഈ ബോഡി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഫോഴ്സ് ഫിസിക്കൽ ടു എം എ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ വെയിറ്റ് ഈ ബോഡിക്ക് വെയിറ്റ് ഉണ്ടാവും, അതാണ് എം ജി. ഇനി ഈ വെയിറ്റുള്ള ബോഡി മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഫിസിക്കൽ ടു എം എ. അപ്പം ഒരു ബോഡി മുകളിലേക്ക് ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ ലിഫ്റ്റ് മുകളിലേക്ക് ഉയർത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടെൻഷനാണ് ടി ഈക്വൽ ടു എം ജി പ്ലസ് എം എ ആണ്. എം ജി ഇസ് ദി എന്താണ് വെയിറ്റ് ഓഫ് ദിസ് ബോഡി, എം എ ഇസ് ദി ഫോഴ്സ് ഓഫ് ദിസ് ബോഡി. ഓക്കെ, അപ്പോൾ ടി ഈക്വൽ ടു എം ജി പ്ലസ് എം എ, അത് ഓർമ്മിക്കുക. ഇനി അടുത്ത നമുക്ക് പറയുമ്പോൾ ഈ എന്താ ലിഫ്റ്റ് താഴോട്ടേക്ക് വരുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ എന്താണ് ടി ഈക്വൽ ടു എം ജി പ്ലസ് എം എ ആണ്. ഇനി ലിഫ്റ്റ് എന്ത് ചെയ്യുന്നത് താഴോട്ടേക്ക് വരും. ലിഫ്റ്റ് നമുക്കറിയാം ഒരു ഫോർത്ത് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുമല്ലോ. അപ്പോൾ വെൻ ദി ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലേ. വെൻ ദി ലിഫ്റ്റ് ഈസ് മൂന്നാമത്തെ കണ്ടീഷൻ, വെൻ ദി ലിഫ്റ്റ് ഈസ് അല്ലെങ്കിൽ വെൻ ദി എലിവേറ്റർ, ലിഫ്റ്റ് അല്ലെങ്കിൽ എലിവേറ്റർ എന്ന് പറയും കേട്ടോ. വെൻ ദി എലിവേറ്റർ ഈസ് മൂവിങ് അപ്പ് ഡൗൺവേർഡ്, മൂവിങ് ഡൗൺവേർഡ് അല്ലേ, മൂവിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ, മൂവിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ. ഡൗൺവേർഡ് വരുമ്പോൾ എന്താ സംഭവിക്കുക, ടി ഈസ് ഈക്വൽ ടു എം ജി മൈനസ് എം എ, എം ജി മൈനസ് എം എ ഓർമ്മിക്കുക. അപ്പോൾ ലിഫ്റ്റ് വെറുതെ ഒരു എന്താ റെസ്റ്റിൽ വെക്കുമ്പോൾ ടി ഈസ് ഈക്വൽ ടു എം ജി ആണ്. ഇനി ലിഫ്റ്റ് മുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ ടെൻഷൻ എന്താ, ടി ഈസ് ഈക്വൽ ടു എം ജി പ്ലസ് എം എ ആണ്. ഇനി ലിഫ്റ്റ് താഴോട്ട് വരികയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എം ജി മൈനസ് എം എ അല്ലേ. എം ജി ഇസ് ദി വെയിറ്റ് ഓഫ് ദിസ് ബോഡി അല്ലേ, എം എ ഇസ് ദി ന്യൂട്ടോണിക് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു ലിഫ്റ്റ് നമ്മൾ ലിഫ്റ്റ് ക്യാരി, അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് കയറുമ്പോൾ ടെൻഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി ആണ്. ഞാൻ ലിഫ്റ്റ് ഓൺ ചെയ്തിട്ട് മുകളിലേക്ക് പോകുമ്പോൾ എൻ്റെ എലിവേറ്റർ ഈസ് മൂവിങ് അപ്വേർഡ് ഡയറക്ഷൻ, ടെൻഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി പ്ലസ് എം എ ആണ്. ഇനി ലിഫ്റ്റ് എന്താ ഫോർത്ത് ഫ്ലോറിൽ നിന്ന് എന്താ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുമ്പോൾ എൻ്റെ എലിവേറ്റർ ഈസ് മൂവിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ, ടി ഈസ് ഈക്വൽ ടു എം ജി മൈനസ് എം എ. ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒന്ന് ഓർമ്മിക്കണം. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് നമുക്കിവിടെ മനസ്സിലാക്കിയ ഇത് ഓർമ്മിക്കണേ. ലിഫ്റ്റ് റെസ്റ്റിൽ വെക്കുമ്പോൾ ടി ഈക്വൽ ടു എം ജി ആണ്. ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ ടി ഈക്വൽ എം ജി പ്ലസ് എം എ ആണ്. ഇനി ലിഫ്റ്റ് താഴോട്ടേക്ക് വരുമ്പോൾ എന്താണ്, ടി ഈക്വൽ എം ജി മൈനസ് എം എ ആണ്. ഓക്കെ, യെസ്. ഇനി കണക്റ്റഡ് മോഷൻ, എന്താ കണക്റ്റഡ് മോഷൻ? കണക്റ്റഡ് മോഷൻ ഇതാണ് കണക്റ്റഡ് മോഷൻ. കണക്റ്റഡ് മോഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പുള്ളി കപ്പി, ഇത് കപ്പിയാണ്. നോക്കാം, ഇതാണ് കപ്പി പുള്ളി. എസ് ഇത് കയറ്, ഇത് ടെൻഷൻ ഒരു കയറാണ്. ഇനി ഇവിടെ പ്രയോഗിക്കുന്ന ഫോഴ്സ് M1A ആണ്. ഇങ്ങോട്ടുണ്ടാകുന്നത് M2A ആണ്. ഇത് ഒരു കപ്പിയാണ്. കപ്പി എന്ന് പറഞ്ഞാൽ പുള്ളി അറിയാം, പുള്ളി അതിനോട് എന്ത് ചെയ്യുന്ന ഒരു എന്താ വയർ കുടിക്കുന്നതാണ്. ഇവിടെ ഒരു വെയിറ്റുള്ള ബോഡി ഉണ്ട്, ഇത് വെയിറ്റുള്ള ബോഡിയാണ്. ഇവിടെ ഒരു വേറെ വെയിറ്റുള്ള ബോഡി ഉണ്ട്, ഇതെന്താണ്, ഇത് M2A ആണ്, ഇത് M1A ആണ്. ഇതാണ് സംഭവം. അപ്പോൾ ഈ ഭാഗത്തേക്കാണ് കപ്പിയുമ്മൽ ഇത് ഒരു ബോഡി ഇവിടെ വെച്ച് ഒരു ബോഡി ഇവിടെ വെച്ച്. അപ്പോൾ കപ്പിയുമ്മൽ കുടുക്കിയിട്ട് ഈ ബോഡി എന്ത് നമുക്കറിയാലോ, വെള്ളം പിരിക്കുന്ന കപ്പി അറിയില്ലേ, പുള്ളി അല്ലേ. അപ്പോൾ ഒരു ഭാഗത്ത് കയറ് എന്താണ്, കയറുമ്മൽ എന്താ തൊട്ടി, മറ്റേ ഭാഗത്ത് എന്താണ് കയറിൻ്റെ എൻഡ്. അതേപോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ കപ്പി ഇട്ടപ്പോൾ
ഒരു ഭാഗത്ത് വെയിറ്റുള്ള ബോഡി, ഈ വെയിറ്റാണ് ഏറ്റവും വലിയ വെയിറ്റ്. ഇപ്പോൾ ചിലപ്പോൾ ഇത് 20 കിലോഗ്രാം ആണെങ്കിൽ ഇത് 10 കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇതിങ്ങനെ താഴെ വന്ന് എന്താ മുകളിലേക്ക് പോയി. അപ്പം എന്ത് ചെയ്യുന്നത്, ഇത് താഴുകയാണ്, ഇത് മുകളിലേക്ക് പോവുകയാണ്. ഇത് വെയിറ്റ് കൂടുതലാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം 20 കിലോഗ്രാമാണെന്ന് വിചാരിച്ചോ, ഇത് 10 കിലോഗ്രാം ആണെങ്കിൽ ഇത് രണ്ട് വെയിറ്റ് ഇങ്ങനെ കപ്പിൻ്റെ ഉള്ളിൽ ഇടുമ്പോൾ എന്താ സംഭവം, ഈ വെയിറ്റ് താഴെ വരൂലേ, ഈ വെയിറ്റ് ഉയർന്നു വരും. അപ്പോൾ വെൻ ദി വെയിറ്റ് ഈസ് ലിഫ്റ്റ് അല്ലെ, വെൻ ദി വെയിറ്റ് ഈസ് ഇതാണ്, വെൻ ദി ലിഫ്റ്റ് ഈസ് അല്ലെ, വെൻ ദി വെയിറ്റ് ഈസ് മൂവിങ് ഡൗൺവേർഡ്, ഇതോ വെൻ ദി വെയിറ്റ് ഈസ് മൂവിങ് അപ്വേർഡ്, ഇത് മുകളിലേക്ക് പോയി താഴെ വരും അല്ലേ. ഞാൻ വെറുതെ ജസ്റ്റ് വെയിറ്റ് പറഞ്ഞാണ്. ഓക്കെ, ഇനി നമുക്ക് കൺസിഡർ ടു മാസസ് M1 and M2 കണക്റ്റഡ് ടു ദി സ്ട്രിങ് പാസിങ് ത്രൂ എ പുള്ളി. എന്താ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ, വയർ, ത്രെഡ്. ഈ വയറിൽ കൂടി എന്താ കപ്പിയുമായിട്ട് ബന്ധിപ്പിക്കുക ഇത് രണ്ട് മാസുകൾ അല്ലേ. അപ്പോൾ M1 ഈസ് ദി മാസ് ഓഫ് ദി ഫസ്റ്റ് ബോഡി, M2 ഈസ് ദി മാസ് ഓഫ് ദി സെക്കൻഡ് ബോഡി. ഓക്കെ, കൺസിഡർ ടു മാസസ് M1 and M2 connected to the two ends of string passes through a pulley അല്ലേ. ഒരു കപ്പിൽ കൂടി ഒരു വയറിൻ്റെ രണ്ട് സ്ട്രിങ്ങിൻ്റെ രണ്ട് എൻഡുകളിൽ രണ്ട് മാസുള്ള ബോഡി കൊടുക്കുക. ഈ മാസുള്ള ബോഡിയാണ് വെയിറ്റ് കൂടുതൽ, ഈ മാസുള്ള ബോഡിക്ക് വെയിറ്റ് കുറവാണ്. അങ്ങനെയാണ് ടെൻഷൻ കാണണം അല്ലേ. അങ്ങനെ പറഞ്ഞ ശേഷം എന്താ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഈ ബോഡിയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വെൻ ദി mass of the first body M1 moving downward direction, അപ്പോൾ ഡൗൺവേർഡ് ആയി വരുമ്പോൾ ഈ വെയിറ്റുള്ള ബോഡി ഡൗൺവേർഡ് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഓർമ്മ ഉണ്ടാ, T ഈസ് ഈക്വൽ ടു എന്താ വരിക, mg, പഠിച്ചില്ലേ, mg മൈനസ് ma. അപ്പോൾ ഇവിടെ എന്ത് വരും, T ഈസ് ഈക്വൽ ടു അല്ലേ. ഇനി ആദ്യം ഇത് അപ്വേർഡ് എടുക്കുക, പിന്നെ ഡൗൺവേർഡ് എടുക്കുക, രണ്ടെടുത്തോ. ആദ്യം അപ്വേർഡ് ഡാഷ്, ഇത് ഉയർന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ എന്താ, വെൻ ദി വെയിറ്റ് ഓഫ് when the mass of the body M2 moving upward. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ ഈ വെയിറ്റ് പോകുമ്പോൾ എന്താണ് ടെൻഷൻ, എന്താ ഓർമ്മ ഉണ്ടോ, T ഈസ് ഈക്വൽ ടു mg പ്ലസ് m. നേരത്തെ പഠിച്ചില്ല എന്നാ, when the elevator is moving upward direction T ഈസ് ഈക്വൽ ടു mg പ്ലസ് ma. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് ടെൻഷൻ T ഈസ് ഈക്വൽ ടു mgൻ്റെ സ്ഥാനത്ത് വരും M2g എന്ന് വരും. മാസ് ഓഫ് ദി സെക്കൻഡ് ബോഡി M2 അല്ലേ. ഇനി എമ്മിൻ്റെ സ്ഥാനത്ത് വരും M2a എന്ന് വരും, ഇങ്ങനെ വരും. അപ്പോൾ M2g പ്ലസ് M2a വരും. ഇനി നമുക്ക് വേണ്ട ഫോഴ്സ് ഓഫ് സെക്കൻഡ് ബോഡിയാണ് M2a കാണണം. ഈ ബോഡിയുടെ ഫോഴ്സ്, ഈ വയറുമേൽ ഈ വെയിറ്റുള്ള ബോഡി പ്രയോഗിക്കുന്ന, ഈ വയറുമേൽ പ്രയോഗിക്കുന്ന ഫോഴ്സാണ് ടെൻഷൻ. ഫോഴ്സ് എക്സർട്ട് ത്രൂ എ വയർ, ഈ ബോഡി ഇങ്ങനെ വരുന്ന. അപ്പോൾ മാസ് ഓഫ് ദി സെക്കൻഡ് ബോഡി അല്ലെ, ഫോഴ്സ് ഓഫ് ദി സെക്കൻഡ് ബോഡി M2a കാണണം. അപ്പോൾ M2a ആകുമ്പോൾ T മൈനസ് mg ഈസ് ഈക്വൽ എന്താണ്, M2a എന്ന് വരും. ഓക്കെ, M2a എന്ന് വരും. അപ്പോൾ എന്ത് വരും, M2a ഈസ് ഈക്വൽ ടു T മൈനസ് mg. ഓക്കെ, T മൈനസ് mg എന്ന് വരും. ഓക്കെ, മനസ്സിലാവും. ഓക്കെ, യെസ്, ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇത് മനസ്സിലാക്കില്ല പറയാം. ഒന്നുകൂടി ടെൻഷൻ ആദ്യം ഏത് ബോഡിയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കുക. ഈ രണ്ട് ബോഡികൾ കൺസിഡർ ടു ബോഡീസ് M1 and M2 കണക്റ്റഡ് ടു ദി ടു എൻഡ്സ് ഓഫ് ദി സ്ട്രിങ് പാസിങ് ത്രൂ എ പുള്ളി. ഒരു കപ്പിയിൽ കൂടി ഒരു വയറിൻ്റെ രണ്ട് എൻഡിൽ രണ്ട് മാസുള്ള ബോഡി വെക്കുക. ഒരു മാസം എന്താ M1 ആണ്, മറ്റൊരു മാസം എന്താ M2 ആണ്. ഓക്കെ, അങ്ങനെ വെച്ചതിന് ശേഷം ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇങ്ങനെ വെക്കുമ്പോൾ കപ്പിൻ്റെ ഉള്ളിൽ എടുക്കുമ്പോൾ ഈ വെയിറ്റുള്ള ബോഡി താഴെ വരും, ഇത് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് മുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് മനസ്സിലായി, വെൻ ദി ബോഡി മൂവ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ, മാസ് ഓഫ് ദി ഫസ്റ്റ് ബോഡി M1 മൂവ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോകുമ്പോൾ നമ്മൾ വെൻ ദി എലിവേറ്റർ ഈസ് മൂവിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ പഠിച്ചില്ലേ, T ഈസ് ഈക്വൽ പഠിച്ചില്ലേ, ആദ്യം M1 മാസ് T ഈസ് ഈക്വൽ ടു mg മൈനസ് ma പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു വസ്തു താഴോട്ടേക്ക് വരുമ്പോൾ അല്ലെ, എലിവേറ്റ് തൂക്കിയിട്ടിരിക്കുന്ന വസ്തു താഴോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ ടെൻഷൻ T ഈസ് ഈക്വൽ ടു mg മൈനസ് ma ആണ്. അപ്പോൾ ഈ ബോഡിയുടെ കേസിൽ പറയുകയാണെങ്കിൽ M1-ന് a, അപ്പോൾ M1g എന്ന് വരും അല്ലേ. ഇവിടെ വെയിറ്റ് ഓഫ് ദിസ് ബോഡി M1g, ഫോഴ്സ് ഓഫ് ദിസ് ബോഡി
M1A അല്ലേ. അപ്പോൾ ഇവിടെ സ്ഥാനത്ത് കൊടുക്കുക എന്താ T is equal to എമ്മിൻ്റെ സ്ഥാനത്ത് M1G എന്ന് കൊടുക്കുക, എമ്മിൻ്റെ സ്ഥാനത്ത് M1A എന്ന് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. യെസ്, ഇങ്ങനെ എടുത്ത് കൊടുത്തതിന് ശേഷം the force of this body force exerted by wire is called tension. ഫോഴ്സ് കാണാൻ തന്നെ M1A കാണണം. അങ്ങനെ കാണുമ്പോൾ -M1A ഇപ്പുറം വരും. അപ്പോൾ എന്താ -M1A ഇപ്പുറം വരുമ്പോൾ M1A ആവും. M1A = എന്ത് വരും? M1G. ഈ T ഇപ്പുറം വരുമ്പോൾ എന്താ -T എന്നാവും. Can you understand? ഓക്കെ, ഇതിൽ നമുക്കാണത് ഫോഴ്സ് ഓഫ് ദിസ് ബോഡിയാണ്. ടെൻഷൻ ആദ്യം കാണാം, ഫോഴ്സ് ഓഫ് ദിസ് ബോഡി കാണണം. ഫോഴ്സ് ഓഫ് ദിസ് ബോഡി കാണുമ്പോൾ -M1A ലെഫ്റ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ M1G ഇവിടെ റൈറ്റ് സൈഡിലുണ്ടാവും. T ഇപ്പം വരുമ്പോൾ എന്താ പ്ലസ് ആവുള്ളത്, പ്ലസ് ഇങ്ങനെ വരുമ്പോൾ മൈനസ് ആകും. ഓക്കെ, ദിസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ഞങ്ങൾ കാണാം എന്ത് ഇനി tension in the body moves when the mass of the second body M2 moves upward direction. ഈ ബോഡി രണ്ടാമത്തെ ബോഡി മുകളിലേക്ക് വരികയാണ്. അപ്പോൾ ടെൻഷൻ കാണണം. ടെൻഷൻ കാണുമ്പോൾ എന്താ T ഈസ് മുകളിലേക്ക് പോകുമ്പോൾ ടെൻഷൻ എന്താ M1 അല്ലേ, T ഈസ് mg + ma എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? T ഈസ് ഈക്വൽ ടു എമ്മിൻ്റെ സ്ഥാനത്ത് വരും M2 വരും, M2G + M2G + M2A എന്ന് വരും, M2G + M2A എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ യു ക്യാൻ ഫൈൻഡ് ഔട്ട് M2A എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഓഫ് സെക്കൻഡ് ബോഡി M2 ഫോഴ്സ് ആണ്, M2A കാണണം. അപ്പോൾ എന്ത് ചെയ്യണം? M2A കാണുമ്പോൾ ഇവിടെ എന്ത് വരും നോക്കുക, T - M2G വരും. ഈക്വൽ ടു എന്താണ്? M2A. M2G ഇപ്പുറം വരുമ്പോൾ മൈനസ് ആവും. Therefore M2A = T - M2G വരും. ദിസ് ഇക്വേഷൻ നമ്പർ 2. ഇതാണ് ഫോഴ്സ് ഓഫ് സെക്കൻഡ് ബോഡി. യെസ്, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്? ആക്സലറേഷൻ പ്രൊഡ്യൂസ് ഇൻ ദി എന്താ സ്ട്രിങ്. ഇതിങ്ങനെ മൂവ് ആക്സലറേഷൻ ഉണ്ടാവും. ഇങ്ങനെ എന്താ വെയിറ്റ്, ഈ ബോഡി ഇങ്ങോട്ടാണ് വരും, ഈ ബോഡി മുകളിലേക്ക് പോകുമ്പോൾ ടെൻഷൻ്റെ ആക്സലറേഷൻ ഉണ്ടാവും. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ആക്സലറേഷൻ കാണാൻ വേണ്ടിയിട്ട് ആഡ് 1 and 2 വി ഗെറ്റ് ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക M1A + M2A. അപ്പോൾ M1A + M2A ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ആഡ് ചെയ്യുക M1G - T പ്ലസ് റൈറ്റ് സൈഡ് ആഡ് ചെയ്യുന്നതിൻ്റെ അപ്പോൾ T - M2G ഇങ്ങനെ വരും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ A ഉണ്ട് ടേക്കൺ ഔട്ട് സൈഡ്, ദാറ്റ് ഈസ് A × M1 + M2 ഈസ് ഈക്വൽ ടു. ഇനി ഇവിടെ നോക്കേണ്ടത് ഈ -2 + 2 എന്താ ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ വരും M1G - M2G എന്ന് വരും. M1G ചെയ്താൽ പിന്നെ -M2G ചെയ്യുക. നെക്സ്റ്റ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് A ഈസ് ഈക്വൽ ടു M1 + M2 ഈസ് ഈക്വൽ ടു കോമൺ ആയിട്ട് ഇവിടെ G ഉണ്ട്, G പുറത്തെടുക്കുക. അപ്പോൾ എന്താ M1 - M2 × G എന്ന് വരും. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ആക്സലറേഷൻ പ്രൊഡ്യൂസ് ഇൻ ദി സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ആക്സലറേഷൻ കാണാം. യു ക്യാൻ ഫൈൻഡ് ഔട്ട് A ഈസ് ഈക്വൽ ടു എന്ത് വരും? M1 - M2 / M1 + M2 അല്ലേ. M1 M2 ഡിനോമിനേറ്റർ വരും G വരും. ദിസ് ഈസ് ദി ആക്സലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സ്ട്രിങ്. ഓക്കെ, മനസ്സിലായോ? ഇനി ഇത് നമുക്ക് കാണേണ്ടത് ടെൻഷൻ കാണണം. എന്താ? ആക്സലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. ഈ വെയിറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു വെയിറ്റ് M1 മാസുള്ള ബോഡിയുടെ വെയിറ്റ് ഇങ്ങോട്ട് വരികയും ഡൗൺവേർഡിലും M2 മാസുള്ള വെയിറ്റ് അപ്വേർഡിൽ പോകുമ്പോൾ ഈ വെയിറ്റ് ഈ വയറിൽ കൂടി ഫോഴ്സ് വയ്ക്കും. ആ ഫോഴ്സാണ് ടെൻഷൻ. അപ്പോൾ ടെൻഷൻ കാണണം. ടെൻഷൻ കാണുമ്പോൾ എന്താണ്? ഇക്വേഷൻ നമ്പർ 1 / 2 ആണ്. ഇക്വേഷൻ നമ്പർ 1 / 2 ഇക്വല ടെൻഷൻ കാണുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 / 2. 1 ഏതാണ്? ദിസ് വൺ. 2 ഏതാണ്? ദിസ് വൺ. 1 / 2 അപ്പോൾ M1A ലെഫ്റ്റ് സൈഡ് M1A / M2A ഈസ് ഈക്വൽ ടു ഇനി റൈറ്റ് സൈഡ് ഇതാ M1G - T എന്താ T - M2G ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് M1 ആണ്,
രണ്ടാമത്തെ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് M2 ആണ്. അപ്പോൾ M1A ഡിവൈഡ് ബൈ M2A. റൈറ്റ് സൈഡിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ എന്താ എയും ക്യാൻസൽ ആവും. അപ്പോൾ M1 ബൈ M2 ഈസ് ഈക്വൽ ടു നമ്മൾ ശ്രദ്ധിക്കേണ്ട M1G മൈനസ് T ബൈ T മൈനസ് M2G എന്ന് വരും. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നോക്ക്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ M1 ഇൻറ്റു T മൈനസ് M2G അല്ലേ, ഇതിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഈസ് ഈക്വൽ ടു ഇനി M1G മൈനസ് T ഇൻറ്റു എന്ത് വരും M2 എന്ന് വരും അല്ലേ. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും M1 ഇൻറ്റു T മൈനസ് അല്ലേ, M1 ഇൻറ്റു T മൈനസ് അല്ലേ, അങ്ങനെ വരും. നോക്കാം നെക്സ്റ്റ് ഇനി M1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ M1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആഫ്റ്റർ യു ക്യാൻ മൾട്ടിപ്ലൈ M2നെ കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, M2നെ കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ M1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ M1 ഇൻറ്റു T എന്ന് വരും അല്ലെ, M1 ഇൻറ്റു T മൈനസ് M1 ഇൻറ്റു M2, അപ്പോൾ മൈനസ് M1 M2 ഇൻറ്റു G എന്ന് വരും ഈസ് ഈക്വൽ ടു. നോക്കാം നെക്സ്റ്റ് ഈ M2നെ കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും നോക്കാം. അപ്പോൾ M1 അപ്പോൾ ഇതിനെ M2നെ കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ M2 ഇൻറ്റു M1G, അപ്പോൾ M1 M2G എന്ന് വരും. അപ്പോൾ M1 M2G എന്ന് വരും മൈനസ് ഇനി M2 കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ M2 ഇൻറ്റു T, അപ്പോൾ മൈനസ് M2 ഇൻറ്റു T. can understand? ആദ്യം M2നെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ M1 M2 M1G ദാറ്റ് ഈസ് M1 M2G മൈനസ് ഇനി M2നെ കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, M2 ഇൻറ്റു T വരും. ഓക്കെ, നെക്സ്റ്റ് T വരുന്ന ടേംസിൽ ഒരു ഭാഗത്തേക്ക് എടുക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ M1T പ്ലസ് മൈനസ് ഇപ്പം വരുമ്പോൾ പ്ലസ് ആയി. അപ്പോൾ M2T ഇസിക്കൽ ടു ഇനി M1 M2G ഇവിടെ ഉണ്ട്, M1 M2G ഇവിടെ ഉണ്ട്, മൈനസ് ഇപ്പം വരുമ്പോൾ എന്താ പ്ലസ് M1 M2G. ഓക്കെ, അപ്പോൾ ഇവിടെ M1 M2G റൈറ്റ് സൈഡിൽ തന്നെ വെക്കുക. ഈ മൈനസ് M1 M2G ലെഫ്റ്റ് സൈഡിൽ വയ്ക്കുമ്പോൾ എന്താ ഈക്വലിന് ഇപ്പുറം വരുമ്പോൾ മൈനസ് എന്താവും പ്ലസ് ആവും, അങ്ങനെ പ്ലസ് ആയി. ഓക്കെ, നെക്സ്റ്റ് ടെൻഷനാണുണ്ട്. അപ്പോൾ ഇവിടെയും T ഉണ്ട്, ഇവിടെയും T ഉണ്ട്, ടെൻഷൻ പുറത്തെടുക്കുക. T ഈക്വൽ ടു M1 പ്ലസ് M2 ഈക്വൽ ടു ഇനി ഇവിടെ G ഉണ്ട്, ഇവിടെ G ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലുണ്ട് M1 M2G പ്ലസ് M1 M2G എത്രയാണ് 2M1 M2G ആണ്. 2M1 M2G ഇത് രണ്ടും ആഡ് ചെയ്യാം. ഇനി ടെൻഷൻ കാണുമ്പോൾ T ഈക്വൽ ടു 2M1 M2G ബൈ എന്താണ് M1 പ്ലസ് M2. ഓക്കെ, ദിസ് ഈസ് ദി ടെൻഷൻ പ്രൊഡ്യൂസ് ഇൻ ദി സ്ട്രിങ്. ഇതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അടുത്ത എന്താണ്, ഇത് കണക്റ്റഡ് മോഷൻസ് ആണ്. ഈ പാർട്ടോടുകൂടി ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അടുത്ത ലെസൺ നമുക്ക് എന്താണ് മറ്റേ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് എന്ത് ചെയ്യണം, പഠിക്കണം, മറക്കരുത്. അന്നേരം തന്നെ എടുക്കുമ്പോൾ വീഡിയോ കാണുക, ഉടനെ എഴുതി പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. നിങ്ങളുടെ എക്സാം ഏതാനും നിമിഷങ്ങൾക്കകം ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പോൾ എന്ത് ചെയ്യണം, നല്ലോണം പഠിക്കണം, എഴുതി പഠിച്ചേ പറ്റും. ഓക്കെ.